1969 മഞ്ഞുമൽ സ്വദേശി പോൾ റോബ്സൺ മഹാരാജാസിൽ വിദ്യാർത്ഥിയായി എത്തുന്നത്. തൊട്ടടുത്ത വർഷം 70 ചെമ്പിൽ നിന്ന് PI മുഹമ്മദ് കുട്ടി എന്ന വിദ്യാർത്ഥിയും വന്നു. അന്നു മുതൽ തുടങ്ങിയ സൗഹൃദമാണ്. മുഹമ്മദ് കുട്ടി പിന്നീട് ലോകമറിയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയായി മാറി. അപ്പോഴും ആ സൗഹൃദത്തിന് ഒരു കോട്ടവുമില്ലാതെ ഊഷ്മളമായി തുടരുന്നു, അല്ലേ? അതെ. 70-ൽ മമ്മൂസ് വരുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. അന്ന് തന്നെ ആ സമയങ്ങളിൽ എപ്പോഴും ഞങ്ങൾ പുറത്തുണ്ടാകുമ്പോൾ മമ്മൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൗഹൃദം വളരെ എല്ലാവരുമായിട്ട് വളരെ ജോളിയായി സൗഹൃദത്തോടു കൂടിയാണ് മമ്മൂട്ടി പെരുമാറിയിരുന്നത്. എല്ലാം ഞങ്ങൾ അന്ന് മമ്മൂസ് എന്ന് വിളിക്കും, മമ്മൂസായെന്ന് വിളിക്കും, മമ്മൂസായെന്ന് വിളിക്കും. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ താല്പര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിഭയങ്കരമായ വെച്ചാൽ ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. അതിനുവേണ്ടി പോവുക, അതിനുവേണ്ടി നടക്കുക. പിന്നെ കഴിവുണ്ടായിരുന്നു. അവിടെ കോളേജിലുള്ള എല്ലാ അവസരങ്ങളിലും മമ്മൂട്ടി മുമ്പോട്ട് വന്ന് അതിൻ്റെ ഭാഗമാകുമായിരുന്നു. ഒരുപാട് ഒരു സുഹൃത്ത് വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിചയപ്പെട്ട ആരും ഇന്നുവരെ മമ്മൂട്ടിയായിട്ട് മമ്മൂസായിട്ട് മാറിപ്പോയായിട്ട് എനിക്കറിയില്ല. എല്ലാവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലായിരുന്നു. ഈ സിനിമാ തിരക്കുകൾക്കിടയിലും ഈ സൗഹൃദങ്ങൾക്ക് വില കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നല്ലോ അദ്ദേഹം. അങ്ങനെ ഡെഫിനറ്റ്ലി ഞങ്ങൾ പലപ്പോഴും പോയി പല സ്ഥലത്തും ഷൂട്ടിംഗ് ഉള്ളപ്പോൾ അവിടെ ഉണ്ടെന്നറിയുമ്പോൾ പോവും. മമ്മൂസ് ഞങ്ങളെ വിളിച്ചിരുത്തി മറ്റുള്ളവരെ പരിചയപ്പെടുത്തരും. ഞങ്ങൾ ചെല്ലുന്നത് വളരെ താല്പര്യമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം 2024 മെയ് 17 ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്ന് കാണാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞങ്ങൾ പിറന്നാളിന് പണ്ടെല്ലാം കാണാറുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് എല്ലാ ജന്മദിനാശംസകളും ആരോഗ്യവും ആയുസ്സും കൊടുക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഞങ്ങൾ തന്നെ ഈ അടുത്തിടെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു ഓട്ടോഗ്രാഫ് നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന അന്നത്തെ ഒരു അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥി ശശീന്ദ്രൻ, അറിയില്ലേ? അറിയാം. വളരെ നല്ല മനുഷ്യനാണ്. ഞങ്ങൾ OICD മീറ്റിങ്ങിന് കാണാറുണ്ട്. കാണുമ്പോൾ ഓടി വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കാറുണ്ട്. അപ്പോൾ പോൾ റോബ്സൺ പറഞ്ഞതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ മമ്മൂട്ടിക്കുണ്ടായിരുന്നു, മമ്മൂക്കയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അദ്ദേഹം വലിയ വില കൊടുത്ത് കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവരൊക്കെ പഴയ കൂട്ടുകാരൊക്കെ തന്നെ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുകയാണ്. നമ്മളും മാതൃഭൂമി ന്യൂസും മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ക്യാമറാമാൻ ബിനു പാമ്പയ്ക്കൊപ്പം മിസ്റ്റർ അഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.